അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ ആഗോള വ്യാപാര ലോകത്ത് അപ്രതീക്ഷിതവും രൂക്ഷവുമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി നിലവിലുണ്ടായിരുന്ന കുറഞ്ഞ മൂല്യമുള്ള പാഴ്സലുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഇളവ് നൽകുന്ന ഡി മിനിമിസ് നിയമം നിർത്തലാക്കിക്കൊണ്ട് ഈ ഉത്തരവ് ലോകമെമ്പാടുമുള്ള തപാൽ ശൃംഖലകളെയും ഇ-കൊമേഴ്സ് മേഖലയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി. ഈ തീരുമാനം ഒരു സാധാരണ ഭരണപരമായ മാറ്റമായി തോന്നാമെങ്കിലും അതിന്റെ ആഴത്തിലുള്ള കാരണങ്ങളും പ്രത്യാഘാതങ്ങളും ആഗോള വ്യാപാരത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. 1930കളിൽ പേപ്പർ വർക്കുകൾ കുറയ്ക്കുക എന്ന ലളിതമായ ലക്ഷ്യത്തോടെയാണ് അമേരിക്കയിൽ ഡി മിനിമിസ് നിയമം നിലവിൽ വന്നത്. വളരെ ചെറിയ തുകയുടെ ഇറക്കുമതി പാഴ്സലുകൾക്ക് കസ്റ്റംസ് തീരുവ ചുമത്തി അവയുടെ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടായിരുന്നു. 1990കളിൽ ഈ പരിധി $200 ഉയർത്തി. എന്നാൽ ഇ-കൊമേഴ്സിന്റെ വളർച്ചയോടെയാണ് ഈ നിയമത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചത്. 2016 അന്നത്തെ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭരണത്തിൽ ഈ പരിധി $800 ഉയർത്തിയതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നത് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പവും കുറഞ്ഞതുമായി മാറി. ഈ മാറ്റം ആഗോള ഇ-കൊമേഴ്സ് വിപണിയെ വൻതോതിൽ ഉത്തേജിപ്പിച്ചു. ചൈന, ഇന്ത്യ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറുകിട ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് എന്നിവ അധിക തീരുവകളില്ലാതെ അമേരിക്കയിൽ വിപണിയിലെത്തി. 2024 മാത്രം 64.6 ബില്യൺ മൂല്യമുള്ള 1.36 ബില്യണിലധികം പാഴ്സലുകളാണ് ഈ അളവ് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തത്. ഇത് ചെറുകിട ബിസിനസ്സുകൾക്കും ഓൺലൈൻ വിൽപ്പനക്കാർക്കും വലിയ അവസരങ്ങളും നൽകി. എന്നാൽ ഈ സൗകര്യം അമേരിക്കൻ ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് വലിയ വെല്ലുവിളിയായി മാറി. കുറഞ്ഞ വിലയിൽ വിദേശ ഉൽപ്പന്നങ്ങൾ ഡ്യൂട്ടി ഇല്ലാതെ അമേരിക്കൻ വിപണിയിലെത്തുന്നത് തങ്ങളുടെ വിപണിയെ ദോഷകരമായി ബാധിക്കുന്നതായി അവർ വാദിച്ചു. 2024 ജൂലൈ 30 ട്രംപ് ഈ വിവാദപരമായ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ചത്. ഡി മിനിമിസ് ഇളവ് നിർത്തലാക്കുക എന്നതായിരുന്നു ഉത്തരവിന്റെ കാതൽ. ഈ തീരുമാനം പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായിരുന്നു. ഇത് നടപ്പിലാക്കാൻ അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വകുപ്പിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഉത്തരവിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയ ശേഷം പോലും കസ്റ്റംസ് വകുപ്പിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും പുറത്തു വന്നില്ല. ആരാണ് ഡ്യൂട്ടി പിരിക്കേണ്ടത്, പണം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടും, അധിക ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തരം അവ്യക്തത നിലനിന്നു. പൊതു തപാൽ ശൃംഖലകളെ സംബന്ധിച്ചിടത്തോളം ഈ അവ്യക്തത വലിയൊരു വെല്ലുവിളിയായിരുന്നു. വ്യക്തമായ നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാതെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് അയച്ചാൽ അവ കസ്റ്റംസിൽ കെട്ടിക്കിടക്കാനും ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമായിരുന്നു. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും സമയനഷ്ടത്തിനും ഇടയാക്കുമായിരുന്നു. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ലോകമെമ്പാടുമുള്ള തപാൽ സേവനങ്ങൾ അമേരിക്കയിലേക്കുള്ള മിക്ക ഷിപ്മെന്റുകളും താൽക്കാലികമായി നിർത്തിവെക്കുക എന്ന തീരുമാനമെടുത്തു. ഈ നിയമമാറ്റത്തോടെ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഓഗസ്റ്റ് 24 ഇന്ത്യൻ തപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള മിക്ക ഷിപ്മെന്റുകളും നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. കത്തുകൾ, രേഖകൾ, ചെറിയ സമ്മാനങ്ങൾ തുടങ്ങിയവ ഒഴികെ എല്ലാ പാഴ്സലുകളും നിർത്തിവെച്ചു. ഈ തീരുമാനം ഇന്ത്യൻ കയറ്റുമതിക്കാരെ, പ്രത്യേകിച്ചും ചെറുകിട ബിസിനസ്സുകളെയും കരകൗശല ഉൽപ്പന്നങ്ങൾ പോലുള്ള ചെറുകിട വസ്തുക്കൾ വിൽക്കുന്നവരെയും ബാധിച്ചേക്കാം. എന്നാൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളില്ലാതെ അമേരിക്കൻ കസ്റ്റംസിലേക്ക് സാധനങ്ങൾ അയച്ചുണ്ടാവുന്ന വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനുള്ള ഇന്ത്യയുടെ വിവേകപൂർവമായ നടപടിയായി ഇതിനെ കാണാം. പുതിയ നിയമം അനുസരിച്ച് എല്ലാ പാഴ്സലുകൾക്കും ഡ്യൂട്ടി ചുമത്തും. ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ ഉയർന്ന നിരക്കിലാണ് ബാധിക്കുന്നത്. ട്രംപ് ഭരണകൂടം നേരത്തെ ഇന്ത്യക്കെതിരെ 50% താരിഫ് ചുമത്തിയിട്ടുമുണ്ട്. അതിനാൽ പുതിയ നിയമപ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള പാഴ്സലുകൾക്ക് ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കായ ഒരു പാഴ്സലിന് 200 വരെ ലെവി ഈടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതായത് കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾക്ക് പോലും അവയുടെ യഥാർത്ഥ മൂല്യത്തെക്കാൾ പല മടങ്ങ് അധിക തുക ഡ്യൂട്ടിയായി നൽകേണ്ടി വരും. ഇത് ഇന്ത്യൻ കയറ്റുമതിയെ, പ്രത്യേകിച്ചും കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, മറ്റ് ചെറുകിട ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയെ വലിയ തോതിൽ ബാധിക്കും. അമേരിക്കൻ എക്സിക്യൂട്ടീവ് ഓർഡർ ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള തപാൽ ശൃംഖലകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനി, ഡെൻമാർക്ക്, ബെൽജിയം, സ്വീഡൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ ഓഗസ്റ്റ് 23 മുതൽ തന്നെ അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നു. ബ്രിട്ടനിലെ റോയൽ മെയിലും ഇറ്റലിയിലെ പോസ്റ്റ് ഇറ്റാലിയനും സമാനമായ തീരുമാനങ്ങൾ എടുത്തു. ഈ രാജ്യങ്ങളെല്ലാം ഒരുപോലെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം പുതിയ നിയമം എങ്ങനെ നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നതാണ്. പൊതു തപാൽ ശൃംഖലകൾക്ക് ഇക്കാര്യത്തിൽ ഒരു പൊതു സംവിധാനം നിർമ്മിക്കാൻ സമയം ആവശ്യമാണ്. ഇത് ചെറുകിട വ്യാപാരികളെയും സാധാരണക്കാരെയും വലിയ പൊതു തപാൽ സേവനങ്ങളിൽ നിന്ന് സ്വകാര്യ കൊറിയറുകളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കും. എന്നാൽ ഇതിന് വലിയ ചിലവും വരുന്നതാണ്. ഇത് ചെറുകിട വിൽപ്പനകൾക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നായി മാറിയേക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന വ്യാപാര നയത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ വ്യവസായങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യവും. നേരത്തെ സ്റ്റീൽ, അലൂമിനിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തിയ ശേഷം അതിർത്തി കടന്നുള്ള ഇ-കൊമേഴ്സിലും ട്രംപ് തന്റെ പോരാട്ടം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ നിയമമാറ്റം അമേരിക്കൻ ഉപഭോക്താക്കളെയും വിദേശ രാജ്യങ്ങളിലെ ബിസിനസ്സുകളെയും ഒരുപോലെ ബാധിക്കും. വിദേശത്തു നിന്ന് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങുന്നത് ഇനി കൂടുതൽ ചിലവേറിയ കാര്യമായി മാറും.
തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതിനാൽ ഉപഭോക്താക്കൾ വിദേശ ഉൽപ്പന്നങ്ങളിൽ നിന്ന് അകന്ന ആഭ്യന്തര ഉൽപ്പന്നങ്ങളിലേക്ക് തിരിയാനുള്ള സാധ്യതയുമുണ്ട്. ഇത് അമേരിക്കൻ ആഭ്യന്തര വിപണിക്ക് ഗുണകരമാകുമെങ്കിലും ആഗോള വ്യാപാരത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അമേരിക്കൻ അധികാരികളിൽ നിന്ന് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതുവരെ ഇന്ത്യൻ തപാൽ വകുപ്പിന്റെയും മറ്റ് രാജ്യങ്ങളുടെയും ഈ ശക്തമായ നിലപാട് തുടർന്നേക്കാം. ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നത് ആഗോള വ്യാപാരത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറിയേക്കാം. ഈ വിഷയം ഒരു സാധാരണ കസ്റ്റംസ് നിയമ മാറ്റത്തിനപ്പുറം ആഗോള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ആശ്രിതത്വത്തെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നു. ആഗോള വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ സാധാരണ രൂപപ്പെട്ടേക്കാവുന്നതിന്റെ സൂചനയായും ഇതിനെ കാണാം. ഓരോ രാജ്യവും അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ വ്യാപാര കരാറുകൾക്കും അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ചെറുകിട ബിസിനസ്സുകൾക്കും വ്യക്തിഗത ഉപഭോക്താക്കൾക്കും വലിയ സാമ്പത്തിക ഭാരം താങ്ങേണ്ടി വരും. അമേരിക്കൻ അധികാരികളിൽ നിന്ന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ ഈ അനിശ്ചിതത്വം തുടരുമെന്നും പ്രതീക്ഷിക്കാം.